ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിംപിളിനൊരു സിമ്പിൾ ലുക്കാണ് കേട്ടോ ചെയ്തത്. ഡിവൈൻ്റെ വെഡ്ഡിങ്ങിൻ്റെ റിസപ്ഷൻ ഡേക്ക് അന്ന് നമ്മൾ ചെയ്തൊരു മേക്കപ്പാണ്. അപ്പോൾ ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് മേക്കപ്പാണ്, അങ്ങനെ എന്താ പറയുക, ഒത്തിരി ഹെവി അല്ല. അത്യാവശ്യം ഐസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഫൗണ്ടേഷൻ വളരെ മിനിമലായിട്ട് ഇട്ടിട്ടുള്ളൊരു മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഡിംപിളിൻ്റെ ഫേസ് വന്നിട്ട് നല്ല ഡ്രൈ ആണ്, ഒരു എക്സ്ട്രീം ഡ്രൈനെസ് ഉള്ള ഫേസാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഫേഷ്യൽ ഹെയർസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നല്ലതുപോലെ അത് റേസർ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ, റിമൂവ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫസ്റ്റ് തൊട്ട് പറയണതാണ്. അതിനുശേഷം നമ്മുടെ മാക്കിൻ്റെ പ്ലസ് പ്രൈം ഫിക്സർ നമ്മളൊന്ന് ടോണറായിട്ട് അടിച്ചു കൊടുത്തു. അത് തന്നെ അബ്സോർബ് ആയതിന് ശേഷമാണ് കേട്ടോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൊരു കാര്യം പറയാം. നിങ്ങൾക്ക് മേക്കപ്പിൻ്റെ ബേസിക് ടു അഡ്വാൻസ് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയാം കേട്ടോ. ഞാൻ ബേസിക്കായിട്ട് നമ്മൾ ഏത് സ്റ്റെപ്പാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ഡെർമയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഡ്രൈ സ്കിന്നുകാർക്ക്. നമ്മൾ ടാർട്ട് വന്നിട്ട് ഭയങ്കര ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയ കാരണം നമ്മൾ ടാർട്ട് വെച്ചിട്ട് ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒന്നും കൂടി ഒരു ഡ്രൈനെസ് വരും. അപ്പോൾ അവിടെ അങ്ങനെ പാച്ച് ആയപ്പോഴൊരു ഫീലിംഗ് വരും, ഒരു കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവും, ഒരു കേക്കി ഫീലിംഗ് അവിടെ വരും. അപ്പോൾ അതുകൊണ്ട് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റർ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ തന്നെ, നമ്മൾ ഇത് ക്രീം ഫൗണ്ടേഷനാണ് ഡെർമയുടെ. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിനിമ സീക്രട്ട് വരുന്നുണ്ട്, ക്രൈലോണ്ട വരുന്നുണ്ട്, ഇതുപോലെ ഡെർമയുടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ബ്രാൻഡാണ് കേട്ടോ. PACയുടെ തന്നെ ഇതുപോലത്തെ ക്രീം വരുന്നുണ്ട്, എല്ലാത്തിനും ഒരു ക്രീം ബേസ് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബോബി ബ്രൗണിൻ്റെ സ്റ്റിക്ക് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ടായാലും ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഡെർമ കുറച്ചും കൂടി നല്ലതായിട്ട് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ PACയുടെ ഐബ്രോ പാലറ്റ് വെച്ചിട്ട് നല്ലതുപോലെ ഐബ്രോ ഒന്ന് എഴുതി കൊടുത്ത്, നല്ല ഐബ്രോസാണ്, മുകളിൽ മാത്രം ഒരു ലൈറ്റ് ഷെയ്ഡ് വന്നതുകൊണ്ട് ഒന്ന് നമ്മളൊരു മിനിമം ഒരു ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് PACയുടെ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് എഴുതി കൊടുത്തു. അതിനുശേഷം ഡെർമയുടെ ഒരു ഫെയർ ഷെയ്ഡ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടു. അപ്പോൾ ഓൾറെഡി ബാക്കിൽ ഡിവൈൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ എൻ്റെ കൂടെ വന്ന് കുട്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം നമ്മൾ ഡിവൈന് നമ്മൾ വിചാരിച്ചത് ലൂസ് കേൾസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ലുക്കിന് അങ്ങനെ ചെയ്തത് കൊണ്ട് പിന്നെ ഇതൊന്നും മാറ്റി പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഐബ്രോസൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്തതിന് ശേഷം നമ്മളൊരു ടാർട്ടിൻ്റെ ഒരു മീഡിയം ഷെയ്ഡ് വെച്ചിട്ട് അത്യാവശ്യം കൺസീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഐസ് വന്നിട്ട് ഞാനൊരു ഡാർക്ക് ടാൻസാൻഡാന്ന് തോന്നുന്നു, ഷെയ്ഡ് ഞാൻ നോക്കിയില്ല. ഒരു അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് കൺസീൽ ചെയ്തതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഷെയ്ഡ് വെച്ചിട്ട് കവർ ചെയ്യാൻ കേട്ടോ ചെയ്തത്. കാരണം ഐ സർക്കിൾ മൊത്തം നല്ല പിഗ്മെൻറ്റഡ് ആണ്, അതുപോലെ കഴുത്തിന് ചുറ്റും പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ഡയറക്റ്റ് പോയി ഫൗണ്ടേഷൻ അടിക്കുമ്പോൾ ഫൗണ്ടേഷൻ ഗ്രേ ആവുന്നത് കൊണ്ട് അത് നല്ലതുപോലെ കൺസീൽ ചെയ്ത് കൊടുത്തായിരുന്നു. അത്യാവശ്യം കണ്ണുമ്പോൾ നല്ല പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ അതിന് ശേഷം ഐ മേക്കപ്പ് വന്നിട്ട് നമ്മുടെ ഹുദയുടെ പാലറ്റിൽ നിന്ന് നോർമൽ ഒരു സിമ്പിൾ ഐ മേക്കപ്പ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് സ്മോക്കി ഐസ് കൊടുത്തു, വളരെ മിനിമലായിട്ടാണ് ചെയ്തത്. കാരണം ഡിംപിൾ കുറച്ച് നാളായിട്ട് ഡിംപിളിൻ്റെ മേക്കപ്പൊക്കെ ആളുടെ സ്വന്തം പ്രോഡക്റ്റും ആൾ തന്നെയാണ് ചെയ്യാറ്. കാരണം ആൾക്ക് അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഓവർ ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടി വളരെ മിനിമലായിട്ടാണ് കേട്ടോ ചെയ്തത്. ഫൗണ്ടേഷനൊക്കെ വളരെ ലൈറ്റായിട്ട്, ഇപ്പോൾ വളരെ ലൈറ്റായിട്ടൊരു മേക്കപ്പ് വേണം എന്ന് പറയുന്ന ഒരു ഡ്രൈ സ്കിന്നുകാർക്ക് നമുക്ക് കൊടുക്കാവുന്ന ഫൗണ്ടേഷൻ നാഴ്സാണ് കേട്ടോ. നമുക്ക് ഒട്ടും എന്താ പറയുക, ഒരു കേക്കി ഫീലിംഗ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഓവർ ഫീലിംഗ് ഉണ്ടാവില്ല. നാഴ്സ് നല്ല പ്രോഡക്റ്റ്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഓയിൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഹുദയാണെങ്കിൽ അതിലും ഒരു നാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലോ എഫക്റ്റ് കൂടുതൽ കിട്ടും. എല്ലാത്തിൻ്റെ കൂടെ ഒരു നാസ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക എഫക്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ മോസ്റ്റ്ലി എല്ലാത്തിലും നാസ് ആഡ് ചെയ്യാറുണ്ട് ഓയിൽ സ്കിന്നുകാർക്ക് വന്നിട്ട്. ഇപ്പോൾ ഷാർലറ്റിലായാലും നാസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇത് തോന്നാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡിംപിളിനായാലും ഷാർലറ്റാണ് യൂസ് ചെയ്തത്. പക്ഷേ ഡിംപിളിൻ്റെ സ്കിന്ന് വന്നിട്ട് ഡ്രൈ ആയതുകൊണ്ട് ഷാർലറ്റ് മാത്രം കൊടുത്ത ഒരു കേക്കി ഫീലിംഗ് വരും. അത് ഷാർലറ്റ് കുറച്ച് തിക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ലൈറ്റ് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തു. ഒരു ഡ്രോപ്പ് ഷാർലറ്റും ഒരു ഡ്രോപ്പ് നാസിൻ്റെ
പഞ്ചാബ് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഒരു പ്രോപ്പർ ഷെയ്ഡ് കിട്ടിയായിരുന്നു. അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഐ മേക്കപ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ ടാർട്ട് വെച്ച് കൺസീൽ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി നിങ്ങൾ എല്ലാ വീഡിയോസിലും കാണുന്നതാണ് പാറ്റ് മഗ്രാത്ത് ലാബ്സിൻ്റെ ഒരു ഐ കോമ്പാക്ട് പൗഡർ. നല്ലതാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു ഈവൻ ഷെയ്ഡാണ് വന്നിട്ടൊരു സെയിം ഷെയ്ഡാണ്. ഇപ്പോൾ നമുക്കിങ്ങനെ ഒത്തിരി ഫെയർ ഷെയ്ഡായിട്ടൊന്നും ആയി നിൽക്കുന്നില്ല. അതിൽ ഒരു ഹുദയുടെ ഒരു ലൈറ്റ് പിങ്ക്, സാരി വന്നിട്ട് നല്ല ചില്ലി റെഡായിരുന്നു. അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് അതാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ അത് കൊടുത്ത് ഒരു ചെറിയൊരു ഷിമ്മറും കൊടുത്തു. ഐ മേക്കപ്പ് നല്ലൊരു സ്മോക്കി എഫക്റ്റും കൊടുത്തു. അപ്പോൾ ഐ ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ തന്നെ മേക്കപ്പ് വന്നിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും. ഒന്ന് ലിപ്പും ഒന്നൊരു ഡാർക്ക് ഷെയ്ഡും കൂടെ കൊടുത്തു. ഫേസ് ഒന്ന് മിനിമലാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഐ മേക്കപ്പ് അങ്ങനെയായിരുന്നു. പിന്നെ ഐസ് ഒന്ന് എഴുതി കൊടുത്തായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ടു ഫേസിൻ്റെ സ്കെച്ച് ലൈനറാണ് കേട്ടോ. ഒരു പിങ്ക് കളറ്. മോസ്റ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ്. പല വീഡിയോസിലും പറഞ്ഞു പോണതാണ്. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയണതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അതിന് പകരം കുറച്ചും കൂടിയും ഒരു അഫോർഡബിൾ റേറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ PSCയുടെ അല്ലെങ്കിൽ കെ ബ്യൂട്ടിയുടെ എൽഫിൻ്റെ ഒക്കെ പ്രോഡക്റ്റുകൾ ഇതുപോലെ സ്കെച്ചിൽ വരുന്നുണ്ട്. കുറച്ചും കൂടി ഹൈ എൻഡിലേക്ക് പോവുകയാണെങ്കിൽ ബെനഫിറ്റിൻ്റെ സ്കെച്ച് ലൈനർ വരുന്നുണ്ട്, ടു ഫേസിൻ്റെ വരുന്നുണ്ട്, ബോബി ബ്രൗണിൻ്റെ ഹുദയുടെ വരുന്നുണ്ട്, ബെനഫിറ്റിൻ്റെ സ്കെച്ച് ലൈനേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങനത്തെ ഹൈ എൻഡിലും ഒരുപാട് സ്കെച്ച് ലൈനേഴ്സ് വരുന്നുണ്ട്. പണ്ടത്തെ പോലെ നമ്മുടെ ലിക്വിഡ് ലൈനേഴ്സിനേക്കാളും നമുക്ക് ഈസിയാണ്, പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ഇങ്ങനത്തെ സ്കെച്ച് ലൈനേഴ്സ് യൂസ് ചെയ്യുകയാണ്. പിന്നെ പണ്ടത്തെ പോലെ ആരും അങ്ങനെ ഒരുപാട് കണ്ണ് എഴുതി കൊടുക്കുന്നില്ല. എല്ലാവരും ഒരു സ്മോക്കി എഫക്റ്റൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ നല്ലത്. പിന്നെ ജെൽ ലൈനേഴ്സിൽ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ജെൽ ലൈനേഴ്സ് ഞാൻ ഏതൊക്കെ യൂസ് ചെയ്യണമെന്ന്. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ജെൽ ലൈനർ ഇൻഗ്ലോട്ടാണ് കേട്ടോ. അതുപോലെ എൻ്റെ കയ്യിൽ ബോബി ബ്രൗണിൻ്റെ ഉണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യാറുള്ള PSCയുടെ നല്ലതാണ്, മാക്കിൻ്റെ നല്ലതാണ്. അതൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ജെൽ ലൈനേഴ്സ് വന്നിട്ട്. ഇൻഗ്ലോട്ടാണ് മെയിനായിട്ട്, ബോബി ബ്രൗണും. പിന്നെ ഒരു അഫോർഡബിൾ റേഞ്ചിൽ എൻ്റെ കയ്യിലുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു 2-in-1 ഉണ്ട്. അതായത് ഒരു സൈഡിൽ നമുക്ക് ഐബ്രോ ഫില്ലറായിട്ട് യൂസ് ചെയ്യാം, ഒരു സൈഡിൽ നമുക്ക് ജെൽ ലൈനറായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ജെൽ ലൈനേഴ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കഷൻ ഉണ്ട് കേട്ടോ. ഹെയർ അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ ഇട്ട്. അപ്പോൾ അതും നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലും. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നമ്മൾ അപ്പോൾ വോയിസ് അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ആയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് അങ്ങനെ വളരെ മിനിമലായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഒത്തിരി അങ്ങനെ ഹെവി മേക്കപ്പ് ഒന്നും വേണ്ട, നമുക്കങ്ങനെ വളരെ മിനിമലായിട്ട് മേക്കപ്പ് മതി എന്ന് പറയുന്നവർക്ക് വളരെ മിനിമലായിട്ട് തന്നെയാണ് ഐ മേക്കപ്പും ചെയ്യാറുള്ളൂ. ഇപ്പോൾ നമുക്ക് ബ്രൈഡ്സ്, നമുക്ക് ഹിന്ദു ബ്രൈഡ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ബ്രൈഡ്സൊക്കെ വരികയാണെങ്കിൽ, ക്രിസ്ത്യൻ ബ്രൈഡ്സ് ആണെങ്കിലും വളരെ മിനിമലായിട്ടുള്ള ഐ മേക്കപ്പാണ് കേട്ടോ എപ്പോഴും പോകാറുള്ളൂ. ഹിന്ദു ബ്രൈഡ്സിന് വന്നിട്ടാണ് കുറച്ചുകൂടി നമുക്ക് ഒത്തിരി ഐയിൽ കുറച്ചും കൂടെ വലിയ കണ്ണുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഐ മേക്കപ്പ് വന്നിട്ട് കട്ട് ക്രീസൊക്കെ ചെയ്ത് നമുക്ക് കുറച്ചും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് വളരെ മിനിമലായിട്ടാണ് കേട്ടോ ചെയ്തത്. ഞാൻ ലാസ്റ്റ് യൂസ് ചെയ്ത ഷിമ്മർ കുറേ പേര് ചോദിച്ചായിരുന്നു. അത് അർബൻ ഡിക്കേയുടെ ആണ് കേട്ടോ. നൈക്കയിൽ നിന്ന് മേടിച്ചതാണ് അർബൻ ഡിക്കേയുടെ ലിഥിയം ഷെയ്ഡ് കേട്ടോ. അതൊരു അടിപൊളി പ്രോഡക്റ്റാണ്. വളരെ എന്താ പറയുക, ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഷിമ്മറാണ് നമുക്ക്. പക്ഷേ ഭയങ്കര തിളക്കമായിരിക്കും. റിസപ്ഷൻ ലുക്കിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് കേട്ടോ ഈ പറഞ്ഞ അർബൻ ഡിക്കേയുടെ ലിഥിയം ഷെയ്ഡ് വന്നിട്ട്. നല്ല അടിപൊളി ഷിമ്മറാണ്. ഇപ്പോൾ നമ്മൾ ഹുദയുടെ പാലറ്റിൽ നിന്ന് ഇടുന്ന ഷിമ്മറിനൊക്കെ ഒരു തിക്കായിട്ടുള്ളൊരു എന്താ പറയുക പിഗ്മെൻറ്റ്സാണ്, ഒരു തിക്കാണ് ആ പിഗ്മെൻറ്റ്സൊക്കെ വന്നിട്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ഒരു വളരെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റാണ്. ഇതിൻ്റെ ഒരു തീരെ പൊടിയാണ് ഇതിൻ്റെ പിഗ്മെൻറ്റ്സൊക്കെ വന്നിട്ട്. നമ്മൾ അതിലിടുമ്പോൾ വളരെ ലൈറ്റായിട്ട് തോന്നും, പക്ഷേ ഭയങ്കര തിളക്കമായിരിക്കും അതിന് കാണാനായിട്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിക്കോ. നോർമലി അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഹുദയുടെ പാലറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പാലറ്റുകളിൽ തന്നെ നമുക്കുള്ള ഷിമ്മേഴ്സൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ എനിക്കിത് യൂസ് ചെയ്തപ്പോൾ കുറച്ചും കൂടി ഒരു നല്ല റിസൾട്ടൊക്കെ തോന്നി. എനിക്ക് സെഫോറയുടെ ഈ പറഞ്ഞ പോലെ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഐ മേക്കപ്പ് നമ്മൾ അങ്ങനെ ചെയ്തു. അണ്ടർ ഐ നമ്മൾ എഴുതി കൊടുത്തില്ല കേട്ടോ. കാരണം ഞാൻ അണ്ടർ ഐ ഇപ്പോൾ പരമാവധി എഴുതി കൊടുക്കാറില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത സെയിം ഷെയ്ഡ് ഐ ഷാഡോ എടുത്തിട്ട് ഒന്ന് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു ഐ മേക്കപ്പ് വന്നിട്ട്.
ബോബി ബ്രൗണിൻ്റെ ജെല്ല് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്മോക്കി ഐസ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഐ മേക്കപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ട്. പിന്നെ എക്സ്ട്രീം ഡ്രൈക്കാർക്കാണ് എപ്പോഴും എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുമ്പോൾ അത് കേക്കി ഫീലിംഗ് ആവുന്നു എന്നുള്ളൊരു ഇതൊക്കെ വരുന്നത് എക്സ്ട്രീം ഡ്രൈ അല്ലെങ്കിൽ ഒരു ഡ്രൈ സ്കിന്നുകാർക്കാണ്. നല്ലതുപോലെ ഞാനിപ്പോൾ ഓൾറെഡി മാക്കിൻ്റെ ഫിക്സ് പ്ലസ് ടോണർ ചെയ്ത് കൊടുത്തെങ്കിലും അത് സ്കിന്ന് പെട്ടെന്ന് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഈ ഐ മേക്കപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് സ്പ്രേ ചെയ്യുക, അതൊന്നും അബ്സോർബ് ആവാൻ നിൽക്കുക. പരമാവധി നമ്മൾ അവരുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ബോബി ബ്രൗണിൻ്റെ മോയ്സ്ചറൈസറാണ്. നല്ല റേറ്റാണ്, പക്ഷെ നല്ലൊരു ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ ഡ്രൈ സ്കിന്നുകാർക്ക് പരമാവധി ഓയിൽ പ്രൈമേഴ്സ് യൂസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ സിറം ഉണ്ടെങ്കിൽ സിറം യൂസ് ചെയ്യുക. ഓയിൽ സ്കിന്നുകാരുടെ സ്കിന്നിനെ നമ്മളൊന്ന് ഹൈഡ്രേറ്റ് ചെയ്തതിന് ശേഷം ഫൗണ്ടേഷൻ ഇട്ടാൽ നിങ്ങൾ ഈ പറയുന്ന ഒരു കേക്കി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു പാച്ച് ഫീലിംഗ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ പിന്നെ പരമാവധി നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അതൊന്ന് സ്കിന്നിലോട്ട് വലിഞ്ഞതിന് ശേഷം പിന്നെയും ചിലപ്പോൾ നമ്മൾ ഒരു കോട്ടും കൂടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ പതുക്കെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ അതിന് റിസൾട്ട് കൂടുതലായിരിക്കും, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നമ്മളിങ്ങനെ ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഹാൻഡ് ഫാൻ യൂസ് ചെയ്യുക, പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ മോയ്സ്ചറൈസർ ബോബി ബ്രൗൺ കൊടുത്തപ്പോൾ തന്നെ സ്കിന്ന് നല്ലതുപോലെ ഹൈഡ്രേറ്റ് ആയി. അപ്പോൾ അതിന് ശേഷം ഞാനൊരു PACയുടെ സ്വെറ്റ് പ്രൂഫാണ്, നമ്മുടെ PACയുടെ ബൊട്ടോക്സ് PACയുടെ അല്ല കേട്ടോ, അത് ഞാൻ ഇപ്പോഴും പറയുമ്പോൾ അത് PACയുടെ എന്ന് പറഞ്ഞ് പോകാറുണ്ട്. PACയുടെ അല്ല, ബൊട്ടോക്സ് പ്രൈമർ യൂസ് ചെയ്തത്. അതൊരു ഓയിൽ പ്രൈമറാണ്. അപ്പോൾ അതും കൂടെ കൊടുക്കുമ്പോൾ സ്കിന്ന് വന്നിട്ട് ഒരു ഹൈഡ്രേറ്റഡ് ആയോ, ഒന്ന് ഓയിലി എഫക്റ്റ് ആയല്ലോ. ഒരു ഡ്രൈ സ്കിന്നിന് നമ്മളൊരു മീഡിയം സ്കിന്നിലോട്ട് ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുമ്പോൾ ഒരിക്കലും അത് വന്നിട്ട് കേക്കി ആവില്ല, നല്ല ഗ്ലോ തരുകയും ചെയ്യും. ഈ ഡ്രൈ സ്കിന്നുകാർക്ക് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീമോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗ്ലോ റെസിപ്പോ അങ്ങനത്തെ എന്തെങ്കിലും സ്ട്രോപ്പ് ക്രീമുകളൊക്കെ യൂസ് ചെയ്താൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഗ്ലോ റെസിപ്പ് വാട്ടർമെലൺ ഗ്ലോ റെസിപ്പ് യൂസ് ചെയ്തായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഓരോ ലെയർ കൊടുത്ത് വെയിറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തത്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ, നമ്മുടെ ഷാർലറ്റിൻ്റെ ഒരു ഫില്ലർ വരുന്നുണ്ട്. അതും നമുക്ക് യൂസ് ചെയ്യും. അതൊരു എന്താ പറയുക, ഒരു ഗ്ലോ റിസൾട്ട് തരുന്ന ഒരു ഡ്യൂയി എഫക്റ്റ് തരുന്നൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അത് യൂസ് ചെയ്യേണ്ടവർക്ക് അത് യൂസ് ചെയ്യും. എക്സ്ട്രീം ഡ്രൈ ആയ കാരണം നമ്മളൊരു ഒരു ഡ്യൂയി ഫിനിഷ് മേക്കപ്പ് ഒന്നും കൊടുത്തില്ല, ഒരു മാറ്റ് ഫിനിഷ് തന്നെയാണ് കേട്ടോ ഡിംപിളിന് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത്, ഫൗണ്ടേഷൻ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഷാർലറ്റിൻ്റെ ഒരു മീഡിയം ഷെയ്ഡും നാഴ്സിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ആളുടെ സ്കിന്ന് നല്ലതുപോലെ ആൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് കിട്ടി. കാരണം ആൾക്ക് ഒത്തിരി ഫൗണ്ടേഷൻ ഇടുമ്പോൾ അത് ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ നമുക്ക് വളരെ മിനിമലായിട്ട് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ആളുടെ സ്കിന്നിന് എന്താണോ അതിനൊരു പൊടിക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തുട്ടോ. അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ ഐ മേക്കപ്പ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഫുൾ വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തത് കേട്ടോ. പക്ഷെ അത് നമുക്കിങ്ങനെ ഓവറോൾ എടുത്ത് കാണിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ലാഷസും വെച്ച് കൊടുത്തായിരുന്നു. ലാഷസ് 54 വെച്ച് കൊടുത്തത്. ലാഷസ് 54 ആകുമ്പോൾ വളരെ നാച്ചുറലായിട്ട് നമുക്ക് തോന്നും, നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലാഷസ് വെച്ച ഫീലിംഗ് തോന്നില്ല. ലെൻസോ കാര്യങ്ങളൊന്നും നമുക്ക് രണ്ടാൾക്കും വെച്ച് കൊടുത്തില്ല കേട്ടോ, കാരണം അത് വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. ലാഷ് ഫില്ല് ഞാൻ യൂസ് ചെയ്യാറുള്ളത് PACയുടെ ലാഷ് ഫില്ലറാണ് കേട്ടോ. ഗ്ലൂ ലാഷാണ് കേട്ടോ യൂസ് ചെയ്യാറ്. യൂസ് ചെയ്തതിൽ ഏറ്റവും നല്ലതായിട്ട് ഫീൽ ചെയ്തത് അത് തന്നെയായിരുന്നു. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ചെയ്തായിരുന്നു, ഗം ചെയ്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തത്. പിന്നെ ഞാനത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ട് സൈഡിലും ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കും. കാരണം ഈ രണ്ട് സൈഡും പെട്ടെന്ന് വിട്ടു പോകാനായിട്ട് ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മളതൊന്ന് കറക്റ്റ് സ്റ്റിക്ക് ആവാനായിട്ട് കുറച്ചും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അതിൻ്റെ മുകളിലാണ് ഈ ലാഷ് ഫിക്സ് ചെയ്ത് ഈ ലാഷ് ലൈൻ്റെ മുകളിലാണ് കേട്ടോ ഞാനൊന്ന് എഴുതി കൊടുക്കാറ്. സ്കെച്ച് ലൈനേഴ്സ് എപ്പോഴും ഷേക്ക് ചെയ്തിട്ടാണ് എഴുതി കൊടുക്കേണ്ടത്, അപ്പോഴാണ് നമുക്ക് ആ ഇങ്ക് പ്രോപ്പറായിട്ട് വരുള്ളൂ. അങ്ങനെയായിരുന്നു നമ്മുടെ ഐ മേക്കപ്പ് കാര്യങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മാക്കിൻ്റെ ടോണർ ഒന്നും കൂടെ അപ്ലൈ ചെയ്തു കേട്ടോ.
മസ്കാര വന്നിട്ട് ഫസ്റ്റ് ഷാർലറ്റിൻ്റെ യൂസ് ചെയ്തു. ഞാൻ അതിൻ്റെ ഇടയിൽ വോയിസ് ഓവർ കൊടുക്കാറുണ്ട്, പറഞ്ഞത് തന്നെ പറഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാണ്. മസ്കാര ഷാർലറ്റിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നോർമൽ ഒരു മസ്കാരം കൂടെ യൂസ് ചെയ്തിരുന്നു. അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം നമ്മൾ ഫേക്ക് ലാഷസ് വെച്ച് കഴിയുമ്പോൾ എപ്പോഴും ഫേക്ക് ലാഷസും അവരുടെ ഓൺ ലാഷസും കൂടെ എപ്പോഴും മേർജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കണം. അല്ലെങ്കിൽ ഫോട്ടോസിലേക്ക് വരുമ്പോൾ രണ്ട് തട്ടായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ബോബി ബ്രൗണിൻ്റെ മോയ്സ്ചറൈസർ നല്ലതുപോലെ അപ്ലൈ ചെയ്തു. ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഗ്ലോ റെസീപ്പ് അപ്ലൈ ചെയ്തു കേട്ടോ. അതിന് ശേഷമാണ് നമ്മുടെ ബൊട്ടോക്സ് പ്രൈമറും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് ബ്രഷ് കൊണ്ടാണ് അപ്ലൈ ചെയ്തത്. ഡ്രൈ സ്കിന്നുകാർക്ക് എപ്പോഴും നമ്മൾ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുക. കാരണം എൻ്റെ കൈയൊക്കെ വന്നിട്ട് അത്യാവശ്യം ഡ്രൈ ആണ്. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ കുറേ അത് വലിച്ചെടുക്കും, അത് കയ്യിലേക്ക് തന്നെ കുറേ പോരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യും. ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിലോട്ട് നല്ലോണം ആവുകയും ചെയ്യും കേട്ടോ. ദെൻ അത്യാവശ്യം പറഞ്ഞല്ലോ കൺസീൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് കൺസീൽ ചെയ്ത് കൊടുത്തു. ആ ചിന്നിൻ്റെ ഭാഗത്ത് ഫേഷ്യൽ ലേയേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ അതും അണ്ടറയും ഒക്കെ ഒന്ന് നമ്മൾ ടാർട്ടിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് കൺസീൽ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പിൻ്റെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലത്തെ മേക്കപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ. രാവിലത്തെ അല്ല, വൈകിട്ട് ഫുഡൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു മേക്കപ്പ് ആയതുകൊണ്ടും ഓണത്തിന് സദ്യയൊക്കെ കഴിച്ചതുകൊണ്ട് എല്ലാവർക്കും നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മേക്കപ്പിൻ്റെ ഏകദേശം പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്ത ബ്ലഷ് വന്നിട്ട് മൈ മേക്കപ്പ് സ്റ്റോറിയുടെ ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ക്രീം ബ്ലഷ് തന്നെയാണ് യൂസ് ചെയ്യാറ്. കാരണം എനിക്ക് നല്ല റിസൾട്ട് ഫീൽ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ബോബി ബ്രൗണിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. അത് ഓയിൽ സ്കിന്നുകാർക്ക് വന്നിട്ട് നമ്മളൊരു പൗഡർ യൂസ് ചെയ്യും. ഡ്രൈ സ്കിന്നാകുമ്പോൾ ഓയിൽ സ്കിൻ ഒരു ക്രീം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു ഓയിൽ ലുക്ക് അല്ലെങ്കിൽ ഒരു ഡ്യൂയി ലുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സെഫോറയുടെ 84 ആണ് കേട്ടോ ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് ഇട്ട് കൊടുത്തത്. PACയുടെ ഫിക്സർ ആദ്യം ഞാൻ സ്പ്രേ ചെയ്തു, ദെൻ അർബൻ ബേക്കിങ് ചെയ്തായിരുന്നു. ഇതൊക്കെ നോർമലി എല്ലാ വീഡിയോസിലും പറഞ്ഞു പോണതാണ് കേട്ടോ. ഇത് ഫിൽറ്റർ ഒന്നും ഇല്ലാതെ എടുത്തേക്കുന്നൊരു ഇതാണ് കേട്ടോ. നമ്മൾ ഫിൽറ്റർ ഒന്നും ആഡ് ചെയ്യാതെയാണ് കേട്ടോ ഇതെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഫൈനൽ വന്നിട്ട്. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് അവർ സ്വെറ്റായി കഴിഞ്ഞാൽ അവർ ഫേസിലോട്ടൊക്കെ മേക്കപ്പ് പിടിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു എന്താ പറയുക കുറച്ചും കൂടെ ഒന്ന് ഫെയർ ആവും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ലാസ്റ്റ് എടുത്ത കുറച്ച് വീഡിയോസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒത്തിരി ഫോട്ടോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇൻസ്റ്റയും കൂടെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തോളും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബൈ.